CPI 25-ാം പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന് ചണ്ഡീഗഡിൽ തുടക്കമായി. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ സാംബാർ പാർട്ടി പതാക ഉയർത്തി. ഉച്ചകഴിഞ്ഞ് കരട് രാഷ്ട്രീയ പ്രമേയം, സംഘടനാ റിപ്പോർട്ട്, അവലോകന റിപ്പോർട്ട് എന്നിവ അവതരിപ്പിക്കും. അതേസമയം ഡി രാജ CPI ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് കേരള ഘടകം ഇന്നലെ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. 75 വയസ്സ് പ്രായപരിധി നിർബന്ധമാക്കിയത് ഡി രാജയ്ക്കും ബാധകമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ സ്വയം പിന്മാറാൻ രാജ വിസമ്മതിച്ചതോടെ തീരുമാനം പാർട്ടി കോൺഗ്രസിന് വിട്ടു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ചണ്ഡീഗഡിൽ നിന്നും ഇപ്പോൾ ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ഈ ഡി രാജയുടെ കാര്യത്തിൽ മറ്റ് ഘടകങ്ങളുടെയൊക്കെ നിലപാട് എന്താണ്? ഡി രാജയുടെ കാര്യത്തിൽ അദ്ദേഹം മാറുവാനുള്ള സാധ്യതയാണോ മുന്നിലുള്ളത്? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരത്? ലക്ഷ്മി പത്മ പറഞ്ഞതുപോലെ തന്നെ ഡി രാജയുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം സ്വയം മാറാൻ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്തുണയുമായിട്ട് ബംഗാൾ ആന്ധ്രാപ്രദേശ് ഘടകം എത്തി നിൽക്കുന്നു എന്നതാണ്. അവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. കാരണം ഡി രാജ നിലവിൽ ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇതര കക്ഷികളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. DMK, അതേപോലെ കോൺഗ്രസ്, CPM എന്നിവയായിട്ടുള്ള ബന്ധം നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഡി രാജയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് പാർട്ടി കോൺഗ്രസിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെ ഒരു അംഗീകാരത്തോടെ വേണമെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ധാരണ. ഏതായാലും ഡി രാജയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വയം ഒഴിയാൻ തയ്യാറല്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. എന്നാൽ മറ്റു പാർട്ടി അണികൾക്ക് അല്ലെങ്കിൽ കേരളം, തമിഴ്നാട് അടക്കമുള്ള, ഡൽഹി അടക്കമുള്ള പാർട്ടിയിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ഡി രാജയ്ക്ക് പകരം ഒരു വനിതാ ജനറൽ സെക്രട്ടറി വേണമെന്നുള്ളതാണ്. കാരണം BJP വനിതാ അധ്യക്ഷയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ പോകുന്നത്. രാഷ്ട്രീയപരമായി BJP വനിതാ സംവരണ ബില്ലടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തും എന്നൊരു ഭയമാണ് CPIക്കുള്ളത്. അതുകൊണ്ട് തന്നെ CPI ഒരു വനിതാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് അവസാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. അമർജിത് കൗർ ഇക്കാര്യത്തിൽ താൻ പാർട്ടി തയ്യാറാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഏതൊരുവിധ ചുമതലയും ലഭിക്കുമെന്ന് അവർ നമ്മളോട് ഏറ്റെടുക്കുമെന്ന് അവർ നേരത്തെ നമ്മളോട് പറഞ്ഞാണ്. വനിതകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ട രാഷ്ട്രീയത്തിൽ അത്യാവശ്യമാണെന്നും അവർ നമ്മളോട് ന്യൂസ് മലയാളത്തോട് ആവർത്തിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഡി രാജയ്ക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കൂടുതൽ പ്രതിനിധികൾ വൈകിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് കൗറിന് അനുകൂലമായിരിക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. സമൂഹ ചർച്ചകളും നടക്കുന്നുണ്ട്. കേരള ഘടകം തന്നെയാണ് അത് മുൻകൈ എടുക്കുന്നത് എന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഏതായാലും ഡി രാജയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഊഴമുണ്ടോ എന്നതാണ് ഈ 25-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഡി രാജയ്ക്ക് പകരം ആദ്യമായി ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ